നെക്സ്റ്റ് ടൈം നിങ്ങൾ നല്ലൊരു ആർട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അതിനോടുള്ള പേടി മാറ്റാൻ, നിങ്ങളുടെ മൈൻഡിനെ റിലാക്സ് ആക്കാൻ, കാം ആക്കാൻ ഈ ഒരു ട്രിക്ക് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. പുതിയൊരു ആർട്ട് വർക്ക് വളരെയധികം പ്രതീക്ഷയോടുകൂടി നിങ്ങൾ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് വലിയൊരു പർവ്വതത്തിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന പോലത്തെ ഒരു അവസ്ഥയല്ലേ, എങ്ങനെ ഇതിന്റെ മുകളിലോട്ട് കയറും, എങ്ങനെ ഈ ഒരു പരിപാടി കംപ്ലീറ്റ് ആക്കുന്നത് നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. അതുപോലെ തന്നെ ബ്ലാങ്ക് പേപ്പർ അല്ലെങ്കിൽ ബ്ലാങ്ക് ക്യാൻവാസ് നമ്മൾ നോക്കിയിട്ട് പറയും, എന്നാ നീ ഒന്ന് കംപ്ലീറ്റ് ആക്കി കാണിക്കടാന്ന്. ഇതൊക്കെ നമുക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഈ ടെൻഷൻ മറികടക്കാൻ ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ വലിയൊരു ആർട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യും മുമ്പ് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ബ്രീത്ത് ആൻഡ് റിലാക്സ്. നമ്മുടെ ജീവിതത്തിലെ പല തിരക്കിൽ നിന്നും പല കാര്യങ്ങളിൽ നിന്നുമായിരിക്കും ഒരു ആർട്ട് വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ ആ ആർട്ട് വർക്കിന്റെ മുന്നിൽ വന്നിരിക്കുന്നുണ്ടായിരിക്കുക. സോ ആ ടെൻഷനൊക്കെ മറക്കാൻ, ആ സ്ട്രെസ് ഒക്കെ മറക്കാനായിട്ട് കുറച്ച് നേരം ഒന്ന് ബ്രീത്ത് ചെയ്യുക, എന്നിട്ട് നല്ല രീതിയിൽ മനസ്സ് റിലാക്സ് ചെയ്യുക. ഈ സമയത്ത് നിങ്ങൾക്ക് ഒരു ക്വിക്ക് സ്റ്റാർട്ട് കിട്ടാനായിട്ട് നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഒറിജിനൽ പേപ്പറിലല്ലാതെ ഒരു റഫ് പേപ്പറോ ഒരു സ്കെച്ച് ബുക്കോ എടുക്കുക. അതിൽ നിങ്ങളുടെ റാൻഡം തോട്ട്സ് ജസ്റ്റ് ഇങ്ങനെ ക്വിക്കായിട്ട് സ്ക്രിബിൾ ചെയ്ത് നോക്കുക. അതിനുശേഷം സെറ്റ് ദ സീൻ. നിങ്ങൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്പേസ് ഉണ്ടല്ലോ, ആ ഒരു സ്പേസ് ലൈറ്റ് ഒക്കെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത്, മ്യൂസിക് കേൾക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ മ്യൂസിക് കേൾക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നല്ല സ്മെല്ല് ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രാഗ്രൻസ് അവിടെ അപ്ലൈ ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്പേസ് ആയിട്ട് നിങ്ങളുടെ ആ ഡ്രോയിങ് റൂം മാറ്റുക. ഇത്രയും ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ മനസ്സ് അതിനോടൊന്ന് അറ്റാച്ച്ഡ് ആവും, നമ്മുടെ മനസ്സൊന്ന് കാം ആവും. അത് കഴിഞ്ഞ് നമ്മൾ ആർട്ട് വർക്ക് കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ റിലാക്സ്ഡ് ആയിട്ട് വളരെ കാമായിട്ട് ആർട്ട് വർക്കിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് അത് അതിമനോഹരമായിട്ട് ചെയ്ത് കംപ്ലീറ്റ് ആക്കാനും സാധിക്കും.